വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ ഓൺലൈൻ സർവീസിലൂടെ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെയും ദൈവജനത്തെയും വന്ദനം ചൊല്ലുകയാണ്. ഈ രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് നാം സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മോട് ദൈവം ഇടപെടുന്ന ഭാഗം ദൈവികമായ അനുഗ്രഹത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ബ്ലെസ്സിങ്സ്? അനുഗ്രഹത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണ്? ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരു ദൈവികമായ അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവരും ദൈവികമായ അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ദേശങ്ങളിൽ, നമ്മളുടെ ഭവനങ്ങളിലൊക്കെയും ദൈവികമായ സമാധാനത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിക്കുവാൻ തന്നെ കഴിയുന്നത്. എത്രയോ വ്യക്തിത്വങ്ങൾ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, വ്യക്തിപരമായി ഭാരപ്പെടുമ്പോൾ ദൈവജനമാകുന്ന, ദൈവത്തിൻ്റെ മക്കളാകുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വസ്ഥതയോടെയും സുരക്ഷിതരായും ഒക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം സംരക്ഷിക്കുന്ന, സമാധാനം നൽകുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് ഉള്ളതുകൊണ്ടാണ്. എല്ലാ വിജയങ്ങളുടെയും പിറകിൽ ഒരു രഹസ്യമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. വിജയിച്ചവരുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ജീവിത വിജയത്തിന്റെ പിറകിൽ മറ്റാർക്കും മാനുഷികമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു വിജയ രഹസ്യമുണ്ട്. അതുപോലെ തന്നെയാണ് പരാജിതരായവരുടെ ജീവിതവും. അവരുടെ ജീവിതത്തിന്റെ വൻ പരാജയത്തിന്റെ പിറകിൽ, അവർ വെച്ച ചുവടുകൾ പിഴച്ചതിന്റെ പിറകിൽ ഒരുപക്ഷെ അവർക്ക് മാത്രം അറിയാവുന്നതും അവരോട് ചേർന്ന് നടക്കുന്നവർക്ക് മാത്രം അറിയാവുന്നതുമായ വ്യക്തിപരമായ ചില വിഷയങ്ങളും രഹസ്യങ്ങളുമുണ്ട്. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഒരു വ്യക്തി വിജയിച്ച് മുന്നേറി നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരുപാട് മുറിവുകളും കഷ്ടതകളും നിന്ദകളും തകർച്ചകളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ട് മറ്റാർക്കും എടുക്കുവാൻ കഴിയാത്ത വലിയ ഭാരങ്ങൾ ഒറ്റയ്ക്കെടുത്ത് ഒത്തിരി കഷ്ടതകളുടെ, നിന്ദകളുടെ, പ്രതിസന്ധിയുടെ, വേദനയുടെ പിടിച്ചു നിൽക്കുവാൻ പോലും വ്യക്തിപരമായി കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിലൂടെ ആയിരിക്കാം അവർ നടന്നു നീങ്ങി അവിടം വരെ എത്തിയത്. അതുപോലെ തന്നെയാണ് പരാജിതരും. മുൻപിൽ വെളിപ്പെട്ടു വന്ന പ്രതിസന്ധികളെ, വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ, ആ വിഷയങ്ങളെ നേരിടുവാൻ കഴിയാതെ, അതിനുള്ള മനക്കരുത്തില്ലാതെ, ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ ആത്മഹത്യ ചെയ്തവരും ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞവരും തകർന്നു പോയവരുടെയും ഒരു വലിയ നിര നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയും. എന്താണ് ജീവിത വിജയത്തിന്റെ രഹസ്യം? അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ പിറകിൽ ഒരു കാരണമുണ്ട്. ലോത്തിന്റെ ജീവിതം പരാജയമായതിന്റെ പിറകിലും ചില കാരണങ്ങളുണ്ട്. സാറ എന്ന സഹോദരി അനുഗ്രഹിക്കപ്പെട്ടവളായതിന്റെ പിറകിൽ കാരണങ്ങളുണ്ട്. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയതിന്റെ പിറകിലും കാരണങ്ങളുണ്ട്. നോഹയുടെ പുത്രന്മാരായ ശേമും യാഫേത്തും അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഹാം ശപിക്കപ്പെടുവാൻ ഉള്ളതിന്റെ പിറകിൽ കാരണങ്ങളുണ്ട്. അതെ, വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കുരുകിൽ പാറിപ്പോകുന്നത് പോലെ കാരണം കൂടാതെയുള്ള ശാപങ്ങൾ ഫലിക്കുകയില്ല എന്ന്. അപ്പോൾ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ ജീവിതം ഒരു തകർച്ചയിലേക്ക് പോകുവാനും ഒക്കെ അതിന്റെ പിറകിൽ റീസൺസ് ഉണ്ട്, സീക്രട്സ് ഉണ്ട്. ചില വ്യക്തികൾക്ക്
നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാനുള്ള കഴിവുകളുണ്ട്. ചില വ്യക്തിത്വങ്ങൾ ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നവരല്ല. അവരോട് കൂടെ സഹകരിക്കുവാൻ ആരും തയ്യാറാകത്തില്ല. അങ്ങനെ നമ്മൾ ഓരോന്നും പഠിച്ചാൽ, പരിശോധിച്ചാൽ, ജീവിത വിജയം കൈവരിച്ചവരുടെ വ്യക്തിപരമായ ജീവിതത്തിങ്കൽ അവർ കടന്നുപോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവരുടെ ജീവിത വിജയത്തിന്റെ പിറകിൽ ചില രഹസ്യങ്ങളുണ്ട്. എന്നാൽ മാനുഷികമായ ഒരു കാര്യം, ആത്മീകമായ ഒരു വിഷയത്തോട് ഇടകലർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാനുഷികമായ അനുഗ്രഹങ്ങളെ ആത്മീക വിഷയത്തോടുകൂടെ ചേർത്ത് കെട്ടുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്കിന്ന് രാത്രിയിൽ ചിന്തിക്കുവാനുള്ളത്, നമുക്ക് ഇന്ന് രാത്രിയിൽ കേൾക്കുവാനും പഠിക്കുവാനുമുള്ളത്, ആത്മീകപരമായി വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നാം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന വസ്തുതയാണ്, സത്യമാണ്. ഈ സർവീസ് കാണുന്ന, കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കുടുംബവും, നിങ്ങളുടെ ഭവനത്തിന്, നിങ്ങളുടെ സഭയ്ക്ക്, ദേശത്തിന് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന എനിക്കും വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ രാത്രിയിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനവധി സംഭവങ്ങൾ, വേദഭാഗങ്ങൾ ഒക്കെ നമുക്ക് വായിക്കാനുണ്ട്. അതിൻ്റെ ഒരു തിടുക്കം നിങ്ങളുടെ അകത്തുണ്ട്. തിടുക്കം കൂട്ടണ്ട. എത്രത്തോളം വ്യക്തിത്വങ്ങൾ അത് ഏറ്റെടുത്തു എന്നും എത്രത്തോളം അത് നിങ്ങൾ സ്വീകരിച്ചു എന്നും എനിക്കറിയില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കേവലം ഒരു പ്രസംഗ വിഷയത്തിന്റെ ചൂടിൽ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവരാകരുത്. വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ നിങ്ങൾ അതിനെ ചെയ്യുന്നവർ ആയിരിക്കുവിൻ. ഞാൻ ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്ന കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുന്ന അവന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് അറിയിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനാണ്. അത് നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകുവാനാണ്. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ്. കർത്താവ് സംസാരിക്കുന്നു, കർത്താവ് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്നു. ഞാൻ നിൽക്കുകയല്ല, ദൈവം നിർത്തിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും എടുത്തു പറയാൻ എനിക്കില്ല. എന്നാൽ സ്നേഹാദരവോടെ, ഒരു മലയാളി ആയതുകൊണ്ട് തൊഴുകയോടെ ഞാൻ പറയുന്നു, ഇത്ര കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലെല്ലാം പ്രസംഗിച്ച മെസ്സേജുകളിൽ ഏതെങ്കിലും ഒരു, യൂട്യൂബിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ്, ഏതെങ്കിലും പറഞ്ഞ ഒരു വാക്യമെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ വ്യക്തിപരമായി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ ആ തിരുവെഴുത്തുകൾ, ആ വചനങ്ങൾ നിങ്ങൾക്ക് ഫലകരമായി തീർന്നേനെ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനനെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് എല്ലാ കാലഘട്ടത്തിലും ദൈവം സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവം ആ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നന്നായിട്ടറിയാം, സർവശക്തനാകുന്ന ദൈവത്തിന്റെ വലിയൊരു പദ്ധതി ഈ ഭൂമിയിൽ നിലനിർത്താൻ, അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ, തന്റെ ജനത്തെ തന്റെ വരവിനായി ഒരുക്കുവാൻ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതായ ചില സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. എൻ്റെ അടുത്ത് പലരും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, പാസ്റ്റർ ഇതിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കും അല്ലേ? ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്, കർത്താവ് എല്ലാവരെയും നന്നാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്.
ദൈവത്തിന്റെ ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവികമായ ഒരു റെസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവികമായ ഒരു പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവശബ്ദത്തിന് വില കൽപ്പിക്കുവാനും കേട്ട വചനം അധികം കരുതിക്കൊണ്ട് ദൈവ തിരുപാദപീഠത്തിൽ സമർപ്പിതരാകുവാനും തയ്യാറാകുന്ന ഒരു കൂട്ടത്തെ സർവശക്തനാകുന്ന ദൈവം തിരയുന്നു. അവരെ പണിതുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവരെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട് നിശ്ചയം. ഈ രാത്രിയിൽ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വാട്ട് ഈസ് എ സീക്രട്ട് ഓഫ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്? എന്താണ് ആത്മീക അനുഗ്രഹങ്ങളുടെ രഹസ്യം? ആത്മീക അനുഗ്രഹങ്ങളിൽ മാത്രം ഇന്നത്തെ സന്ദേശം ഒതുങ്ങില്ല. കർത്താവ് സ്പിരിച്വൽ നീഡുകളെ മാത്രം മീറ്റ് ചെയ്ത ദൈവമല്ല, നിങ്ങളുടെ മെറ്റീരിയൽ നീഡ്സിനെയും കർത്താവ് മീറ്റ് ചെയ്യും. എനിക്കറിയാം, ഒത്തിരി ഭാരത്തോടെയും വേദനയോടെയും പ്രയാസത്തോടെയും ഒക്കെ എന്നെ കേൾക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. ഈ ഓൺലൈൻ സർവീസിൽ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. യേശു കർത്താവ് നിക്കോദിമോസിനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് പറയുമ്പോൾ, 4-ാം അധ്യായത്തിൽ കുടുംബജീവിതം തകർന്നുപോയ ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തെ കർത്താവ് റിസ്റ്റോർ ചെയ്യുന്നു. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ 38 വർഷം ബെഥേസ്ത എന്ന കുളക്കരയിൽ ആരും സഹായിക്കാനില്ലാതെ തളർന്നു കിടന്ന രോഗിയെ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പോഷിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും ജനനത്തിന്റെ ആത്മീയതയുടെ ഒരു സന്ദേശം മാത്രമല്ല കർത്താവിന് നൽകുവാനുള്ളത്. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ നിറവുകളാക്കുവാൻ, അപ്പമീനുകളെ വർദ്ധിപ്പിക്കുവാൻ, ശൂന്യതയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനും കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് യേശു ക്രിസ്തു പറഞ്ഞത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി, അത് സഫിഷ്യന്റ് ആണ്. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ കർത്താവിന് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെല്ലാം നൽകുവാൻ കഴിയും. യേശു എന്റെ ആവശ്യങ്ങളെക്കാൾ അധികം മതിയായ ദൈവമാണ്. നമുക്കൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 2 വേർഡ് 30. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെ നിന്ദിതർ ആക്കും. ഇത് യഹോവ അരുളി ചെയ്യുന്ന ഒരു അരുളപ്പാടാണ്. ഇത് ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദത്വവും വാഗ്ദാനവുമാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെയും എന്റെ നാമത്തെയും നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഞാൻ നിങ്ങളോട് ഈ മെസ്സേജിന്റെ പ്രാരംഭ സമയത്തിൽ പറയാനിടയായി, അബ്രഹാം മാനിക്കപ്പെട്ടതിന്റെ പിറകിൽ ഒരു ജീവിത രഹസ്യമുണ്ട്.
അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്ത് പരാജിതനായതിന്റെ പുറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറ അനുഗ്രഹിക്കപ്പെട്ടവളായതിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയതിന്റെ പിറകിലും ആ പരാജയത്തിന്റെ പിറകിലും ഒരു ജീവിത രഹസ്യമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരുന്ന നിരാശനായിരുന്ന പത്രോസ് എന്ന മനുഷ്യൻ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി തീർന്നതും വാക്കുകൾക്ക് പോലും വിലയില്ലാത്ത ആ മനുഷ്യന്റെ നിഴലിന് പോലും വിലയുണ്ടായതിന്റെയും പിറകിൽ ഒരു ജീവിത രഹസ്യമുണ്ട്. ദൈവസഭയെ മുടിച്ച് ഉപദ്രവിച്ച് നടന്ന ശൗൽ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായി മാറിയതിന്റെ പിറകിൽ അവന്റെ കൈയാൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടന്നതിന്റെ പിറകിൽ അസാധാരണമായ ഒരു ജീവിത രഹസ്യം പൗലോസിന്റെ ലൈഫിൽ, പൗലോസിന്റെ ചരിത്രത്തിലുണ്ട്. സ്തോത്രം. ഈ രാത്രിയിൽ മാനിക്കപ്പെടുവാൻ താല്പര്യമുള്ളവർ ഈ ഭാഗം ശ്രദ്ധിക്കുക. എൻ്റെ ദേശത്തിൽ, എൻ്റെ കുടുംബത്തിൽ, സഭയിൽ, സഹോദരങ്ങളുടെ മധ്യേ എന്നെ ദൈവമാക്കിയിരിക്കുന്ന മേഖലകളിൽ എനിക്ക് മാനിക്കപ്പെടണം, മാന്യതയുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഇത് മനുഷ്യൻ പറഞ്ഞതല്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾ നിന്ദിക്കുന്ന നിന്ദയല്ല. ഇതേതെങ്കിലും ഒരു വ്യക്തികൾ മാനിക്കുന്ന മാന്യതയുമല്ല. ഒരു സംഘടന തരുന്ന മാന്യതയോ, ഒരു സമുദായം തരുന്ന മാന്യതയോ, മാതാപിതാക്കൾ തരുന്ന മാന്യതയോ, വാക്കുപാറുന്ന മനുഷ്യൻ തരുന്ന ഒരു മാന്യതയോ അല്ല. സർവശക്തനാകുന്ന ദൈവത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന ഒരു മാന്യതയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യസനത്തോടെ ഒരമ്മ പ്രസവിച്ച മകനാണ് യബസ്. ഒരു വ്യസനപുത്രനായി തീർന്നതുകൊണ്ട്, അവനെ പ്രസവിച്ചത് കൊണ്ട് തന്നെ ആ കുടുംബത്തിന് തകർച്ചകൾ ഉണ്ടായതുകൊണ്ട്, ഇങ്ങനൊരു മകനെ പ്രസവിക്കണ്ടായിരുന്നു എന്ന് ആ അമ്മ ചിന്തിച്ചതുകൊണ്ട് അവനെ യബ്ബേസ് എന്ന പേർ വിളിച്ചു എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യബ്ബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യബ്ബേസ് തന്റെ ദൈവത്തോട് നിലവിളിച്ചു. ആ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യബ്ബേസ് തന്റെ സഹോദര വർഗങ്ങളെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. ഏതു പരാജിതനെയും, ഏതു തകർന്നവനെയും, മാതാപിതാക്കളും കുടുംബവും ദേശവും സമൂഹവും വിധി എഴുതിയവനെയും മാനിക്കുവാൻ, ഉയർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. എത്ര വലിയ മാന്യതയുടെ കൊടുമുടിയിലിരിക്കുന്നവനെയും, പ്രശസ്തികളുടെയും പ്രതാപങ്ങളുടെയും ഉച്ചസ്ഥായിലിരിക്കുന്നവനെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു നിന്ദിതനാക്കാൻ, ഒരു നിന്ദിത പാത്രമാക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ഞാൻ ഒന്നുകൂടെ ആ പദം മാത്രം ഈ ഓൺലൈൻ സർവീസിൽ വാത്സല്യ സഹോദരങ്ങളെ ആവർത്തിക്കുകയാണ്. എത്ര വലിയ നിന്ദിതനെയും മാന്യതനാക്കാൻ, മാനിക്കുവാൻ, നിന്നയുടെ പടുകുഴിയിൽ കിടക്കുന്ന, നിന്നയുടെ പൊട്ടക്കിണറിൽ കിടക്കുന്ന, നിന്നയുടെ അടിമച്ചന്തയിൽ കിടക്കുന്ന, നിന്നയുടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന, നിന്ന അനുഭവിക്കാവുന്നതിന്റെ മാക്സിമത്തിൽ നിൽക്കുന്ന ജോസഫിനെ പോലുള്ള ഒരു വ്യക്തിയെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി, പ്രൈം മിനിസ്റ്ററാക്കി മാനിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. 3000-ഓളം ഒട്ടകവും ആടുമാടുകളും വസ്തുക്കളുമുള്ള ഇയ്യോബ് എന്ന മനുഷ്യൻ, വെണ്ണ കൊണ്ട് കാല് കഴുകുന്ന മനുഷ്യൻ, പട്ടണത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കുമ്പോൾ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന്
ജോബിനെ ആദരിക്കും. യൗവനക്കാർ വായ്പൊത്തി മാറി നിൽക്കുന്ന അസാധാരണമായ ജ്ഞാനമുള്ള മനുഷ്യൻ, അസാധാരണമായ സാമ്പത്തിക ഭദ്രതയുള്ള മനുഷ്യൻ, അസാധാരണമായ വസ്തുവകകളും ആടുമാടുകളും മൃഗസമ്പത്തും ധനസമ്പത്തും പുത്രസമ്പത്തുമുള്ള മനുഷ്യൻ. ആ ജോബിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരോട്ട് കഷ്ണം മാത്രമുള്ളവനാക്കി മാറ്റുവാൻ, എല്ലാം ഉണ്ടായിരുന്ന ജോബിനെ ഒന്നുമില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 100 നിന്നവനെ 0 കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ആ ജോബ് 0 നിൽക്കുമ്പോഴും ജീവനുള്ള ദൈവത്തെ മാനിച്ചതിനാൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, തിരുവെടുത്ത് പറയുന്നു, ഇയ്യോബിനെ ആദ്യകാലങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചതിനേക്കാൾ അധികം പിന്നത്തേതിൽ ദൈവം അനുഗ്രഹിച്ചു. അതെ, ആടുമാടുകളും വസ്തുവകകളും പുത്രി സമ്പത്തുകളുമുള്ള മനുഷ്യനെ ഒരോട്ട് കഷ്ണമുള്ളവനാക്കി മാത്രം മാറ്റി തന്റെ വ്രണം ചുരുണ്ടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ സാഹചര്യത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതെ ദൈവമുഖം അന്വേഷിച്ച ജോബിനെ ഒറ്റ നിമിഷം കൊണ്ട് സകല സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ഉടമസ്ഥനാക്കി തീർക്കുവാനും ജീവനുള്ള ദൈവത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ തിരുവെഴുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യകരമാണ്. എന്നെ നിന്ദയുടെ പടുകുഴിയിൽ നിന്ന് മാന്യതയുടെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്നാൽ എല്ലാ മാന്യതയുടെയും എല്ലാ പദവിയുടെയും പണത്തിന്റെയും ഹുങ്കിന്റെയും അഹങ്കാരങ്ങളുടെയും മധ്യേ ജീവിക്കുന്നവനെ, ഞാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ, ബാക്കിയുള്ളവരെല്ലാം കുറവുള്ളവരാണ്, അവൻ കള്ളനാണ്, ഇവൻ കള്ളനാണ്, അവള് കള്ളിയാണ്, അവരിങ്ങനാണ്, ഇവനിങ്ങനാണ്, ഞാൻ മാത്രം പെർഫെക്റ്റ് എന്ന് പറയുന്ന വ്യക്തിയെ ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചടുക്കി നിന്നെ നിന്നാപാത്രത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുവാനും ഈ ദൈവത്തിന് കഴിയും. എന്നാൽ ദൈവം തന്റെ വ്യവസ്ഥയെ തെറ്റിക്കില്ല. അവനെ മാനിക്കുന്നവരെ അവൻ മാനിച്ചിരിക്കും, അവനെ സ്നേഹിക്കുന്നവരെ അവൻ മറന്നു കളയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ സർവീസിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മാനിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കുറുക്കു വഴികളൊന്നും അതിനില്ല. ഷോർട്ട് കട്ടുകളിൽ എപ്പോഴും മനസ്സിലാക്കുക, വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ബൈബിൾ എന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ തിരുവെഴുത്തുകൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ആ തിരുവെഴുത്തുകളുടെ താളുകൾ പരിശോധിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള യാതൊരു കുറുക്കു വഴികളും അതിൽ എഴുതിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു, ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ ട്രാക്കിൽ നിങ്ങൾ ഓടുമ്പോൾ മറ്റ് കുറുക്കു വഴികളില്ല, ബൈപ്പാസ് റോഡുകളില്ല. നമ്മൾ പറയില്ലേ, നല്ല ബ്ലോക്കാണ്, അതുകൊണ്ടൊരു ബൈപ്പാസ് റോഡ് എടുത്ത് ഞാനിഞ്ഞു പോരുന്നു, എനിക്ക് മറ്റൊരു വഴി അറിയായിരുന്നു, അതുകൊണ്ട് ആ ടേൺ എടുത്ത് ഞാനിങ്ങോട്ട് ഇനി പെട്ടെന്ന് ഇഞ്ഞ് എത്തി. അങ്ങനെ എത്താൻ പറ്റില്ല. ഇതിന് ബൈപ്പാസുകളില്ല, ഇതിന് കുറുക്കു വഴികളിൽ. ഇത് സ്ട്രൈറ്റ് റോഡാണ്. ഈ റോഡിലൂടെ നാം ഓടേണ്ടത് നേരെയാണ്, വളഞ്ഞ വഴിയിലൂടെ അല്ല. വിശുദ്ധ ബൈബിൾ ഒരിക്കലും വളഞ്ഞ വഴിയിലൂടെയുള്ള പണസമ്പാദനത്തെ പ്രശംസിക്കുന്നില്ല. വളഞ്ഞ വഴികളിലൂടെയുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നില്ല. ഈ പുസ്തകം സത്യവേദ പുസ്തകമാണ്. സത്യസന്ധതയ്ക്കും നീതിക്കും വില കൽപ്പിക്കുന്ന പുസ്തകമാണ്. സത്യസന്ധന്മാർ, നീതിയോടെ ജീവിച്ചവർ, അനുഗ്രഹിക്കപ്പെട്ട ചരിത്രവും, സത്യമില്ലാത്തവർ, കുറുക്കുവഴികൾ തിരഞ്ഞെടുത്തവർ, ഒരു കാലഘട്ടത്തിൽ അവർ പറന്നുയർന്നെങ്കിലും അവരെന്തോ വലിയ സംഭവമായി തീർന്നു എന്ന് അവർക്കൊക്കെ തോന്നിയെങ്കിലും പിന്നത്തേതിൽ അവരുടെ വീഴ്ച ലോകം മുഴുവൻ കണ്ട സാഹചര്യങ്ങളും ഈ പുസ്തകത്തിൽ വ്യക്തമാണ്. ഇതിനകത്ത് നമുക്ക് ഉടനീളം ദൈവം എഴുന്നേൽപ്പിച്ചവരെയും വീണവരെയും നമുക്ക് കാണാം, വീണവരെയും എഴുന്നേറ്റവരെയും നമുക്ക് കാണാം.
അനുഗ്രഹിക്കപ്പെട്ടവരെയും പരാജയപ്പെട്ടവരെയും നമുക്ക് കാണാം. അതുകൊണ്ട് ഇതുപോലൊരു പുസ്തകം ഉലകത്തിലില്ല എന്ന് ഞാൻ എന്നും പ്രസംഗിക്കുന്നു, ഇന്നും പ്രസംഗിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, മാനിക്കപ്പെടുവാനുള്ള വഴി എന്താണ്? ദൈവത്തെ മാനിക്കുക, തന്റെ വചനത്തെ മാനിക്കുക. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും നിന്ദിക്കാതിരിക്കുക. എന്തിനാണ് അതിന് 1000 പോയിന്റ്? ഈ ഒരു ഭാഗം വായിച്ചിട്ട് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുമ്പോൾ അതിനകത്ത് ഇനി ഞാൻ ഷെൽഫിൽ നിന്ന് ഒരു 10-25 തിയോളജിയുടെ പുസ്തകം എടുത്ത് വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ? പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3, ഇതാ ഒന്നും പറയേണ്ട കാര്യമില്ല. വെരി സിമ്പിൾ. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും തന്റെ നാമത്തെയും മാനിക്കുന്നവരെ ദൈവം മാനിക്കും. അവന്റെ നാമത്തെ അപമാനിക്കുന്നവരെ, പുച്ഛത്തോടെ കാണുന്നവരെ, പരിഹാസികളെ അവരിപ്പം വിജയിച്ചെന്ന് തോന്നിയാലും അവരൊരു വൻ പരാജയമായിരിക്കും. ഇല്ലെങ്കിൽ അവർ മടങ്ങി വരണം, ഇല്ലെങ്കിൽ അവർ അനുദപിക്കണം, ഇല്ലെങ്കിൽ ഈ ദൈവം വലിയവനെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. അതെ, ഞാനും നിങ്ങളും മാനിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എനിക്കിതിനകത്ത് 1-2 കാര്യങ്ങൾ വ്യക്തിപരമായി പറയാനുള്ളത്, ദൈവത്തെയും ദൈവവചനത്തെയും പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരെ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അറിഞ്ഞു അറിയാതെ ഒരിക്കലും നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് മറവി എന്നുള്ളത്. അതുകൊണ്ടാണ് കൂടെ കൂടെ വേദപുസ്തകത്തിൽ പല അധ്യായങ്ങളിലും മറക്കരുത് മറക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത്. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്റെ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. മറക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മറക്കരുതെന്ന് എഴുതിയിരിക്കുന്നത്. ലേഖനങ്ങളിലുടനീളം അതിഥി സൽക്കാരം മറക്കരുതെന്നും പരസ്പരം ബഹുമാനിക്കുവാൻ മറക്കരുതെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നവരാണ്. പലതും മറന്നു പോകുന്നത് കൊണ്ടും പലരും ചെയ്തതും ഓർത്തിരിക്കാത്തത് കൊണ്ടുമാണ് പലരും ഈ ഭൂമിയിൽ വിജയിക്കുന്നത് പോലും. രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ നമ്മളിതൊന്നും ഓർത്തിരിക്കില്ല. പക്ഷേ മറക്കരുത് എന്ന് ഒരാഹ്വാനം നൽകിക്കൊണ്ട് ഈ രാത്രിയിൽ തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-ന്റെ 9, 10, 11 വാക്യം. സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ, വ്യാജമല്ലാത്ത സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹം. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ കാണുമ്പോൾ അതൊരു തിന്മയാണ് എന്ന് മനസ്സിലായാൽ ആ തിന്മയെ അനുകൂലിക്കാതെ തീയതിനെ വെറുത്ത് നല്ലതിനോട് ചേർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. എന്താണ് സാമുവേലിന്റെ പ്രവചന പുസ്തകത്തിൽ വായിച്ചത്? എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും എന്നുള്ളതല്ലേ? സഹോദരപ്രീതിയിൽ സ്ഥായി പൂണ്ട് നിലനിൽക്കുന്നവരായി ബഹുമാനം കൊടുക്കുന്നതിൽ, മാന്യം കൊടുക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. പലപ്പോഴും പാട്ടുപാടാൻ നമ്മൾ മുന്നിലാണ്,
കൈകൊട്ടാൻ മുന്നിലാണ്, പ്രസംഗിക്കാൻ മുന്നിലാണ്, കൺവെൻഷനുകൾ നടത്താൻ മുന്നിലാണ്, സകലവിധ കാര്യങ്ങളും ചെയ്യാൻ പലരും മുന്നിലാണ്. മറ്റവർ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമായി ചെയ്യുവാനുള്ള വാശിയേറിയ മത്സരങ്ങളാണ് ഇന്ന് ആത്മീയ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരങ്ങളെ ഒന്നും ഒരിക്കലും ദൈവം അനുകൂലിക്കുന്നില്ല. കാരണം ദൈവം മത്സരികളുടെ ഇടയിൽ ഇല്ല. അവൻ മത്സരികളോട് എതിർത്തു നിൽക്കുന്ന ദൈവമാണ്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ഇന്ന് നമ്മുടെ സമൂഹത്തെ നമ്മൾ നോക്കിയാൽ മനുഷ്യൻ മറ്റുള്ളവരെ അപമാനിക്കുന്നതിലാണോ മുന്നിൽ, ബഹുമാനിക്കുന്നതിലാണോ മുന്നിൽ? വേദപുസ്തകത്തിലെങ്ങും എഴുതിയിട്ടില്ല മറ്റൊരാളെ അപമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിൽ കാണണമെന്ന്. ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊള്ളുവീൻ. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ആലയത്തിന്റെ നടുവിൽ നിർത്തി. ഒലിവുമലയിൽ ആലയത്തിൽ യേശു ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്ത നടുവിൽ നിർത്തി. എന്നിട്ട് അവളെ കൊണ്ടുവന്ന ആ സമൂഹം യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ്. മോശയും ന്യായപ്രമാണവും പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ്. എന്താണ് അങ്ങയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തൊട്ടു താഴെയുള്ള വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് അവർ അവനെ പരീക്ഷിക്കേണ്ടതിന് അവനോട് ചോദിച്ചതായിരുന്നു. അപ്പോൾ യേശുവിനെ കുടുക്കുവാൻ, കുരുക്കുവാൻ ഒരു പദ്ധതിയും ഒരുക്കിക്കൊണ്ടാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ അപമാനിക്കുവാൻ ഒരു പദ്ധതിയും ഒരുക്കിക്കൊണ്ടാണ് ഈ പരീക്ഷ സമൂഹം അതിനുവേണ്ടി ഒരു തെറ്റ് ചെയ്ത സ്ത്രീയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരു തെറ്റ് ചെയ്ത സ്ത്രീയെ നടുവിൽ നിർത്തി ഒരു തെറ്റും ചെയ്യാത്തവനെ അപമാനിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവരുടെ ലക്ഷ്യങ്ങളെയും ആലോചനകളെയും തിരിച്ചറിഞ്ഞവനായി നമ്മുടെ കർത്താവ്, യേശു കർത്താവ്, അവരെ നോക്കി പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ നിങ്ങൾ എറിഞ്ഞുകൊള്ളുക. ആദ്യം അവളെ നിങ്ങളുടെ കല്ലിൽ കൈ കരുതിയിരിക്കുന്ന കല്ല് എറിഞ്ഞുകൊള്ളുക. അവിടെ ഒരു പദമുണ്ട്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. മൂത്തവരും ഇളയവരും മനസ്സാക്ഷിയുടെ ആക്ഷേപമേതുവായി അവരോരോരുത്തരും അവിടം വിട്ട് കടന്നുപോയി. യേശു കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുതിയത്? അതിനെക്കുറിച്ച് വ്യത്യസ്തമായ നിലകളിൽ പ്രസംഗിക്കുന്നവരുണ്ട്, അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. എനിക്ക് കർത്താവ് എന്താണ് നിലത്ത് എഴുതിയതെന്നറിയില്ല. കാരണം വേദപുസ്തകത്തിൽ യേശു നിലത്ത് എഴുതിയത് എന്താണെന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അതൊരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു പ്രവൃത്തിയാണ്. എന്തായിരുന്നു കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്? നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നവൻ അവളെ കല്ലെറിയൂ എന്ന് പറഞ്ഞതിന് ശേഷം എറിയാൻ കല്ലുമായി നിൽക്കുന്നവരുടെ മുഖത്ത് തന്നെ യേശു നോക്കി നിന്നിരുന്നെങ്കിൽ, ആദ്യത്തെ കല്ല് നിലത്തിട്ട് തിരിഞ്ഞു പോകുന്നവനല്ലേ അതിലെ പ്രധാന പാപി? അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അപമാനകരമായ ഒരു അവസ്ഥയല്ലേ? താൻ കുറവുള്ള ഒരു മനുഷ്യനാണ് എന്ന്, താനൊരു തെറ്റുകാരനാണ് എന്ന് ഒരു വ്യക്തിയുടെ മുമ്പിൽ വെളിപ്പെടുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ ഒരു ഇൻസൾട്ടാണ്. ആ കല്ലും താഴെയിട്ട് പോയ സകല പരീശന്മാർക്കും വ്യക്തിപരമായ ഒരു ബോധ്യം ആ ചോദ്യത്തിലൂടെ ലഭിച്ചു. ഞങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല, ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാനുള്ള ഒരു യോഗ്യതകളും ഞങ്ങൾക്കില്ല. സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അകൃത്യങ്ങളെ ഓർത്താൽ ആർ അവന്റെ മുൻപിൽ നിൽക്കും എന്നുള്ളത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മൂത്തവരും ഇളയവരും ഓരോരുത്തരായി മടങ്ങിപ്പോയി. എന്തായിരിക്കും യേശു കുനിഞ്ഞിരുന്നത്?
എന്തായിരിക്കും ഈ ചോദ്യം അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് മുഖത്തു നിന്ന് തന്റെ കണ്ണുകൾ പിൻവലിച്ച് നിലത്ത് നോക്കി താൻ എഴുതിയത്? ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡിന് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, എറിയാൻ വന്ന, തന്നെ കുടുക്കുവാൻ വന്ന തന്റെ ശത്രുവിനെ പോലും ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കുവാൻ ആഗ്രഹിക്കാത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മനോഭാവം. യേശു കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ എറിയട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്തു തന്നെ നോക്കി നിന്നിരുന്നെങ്കിൽ അത് അവർക്ക് വലിയൊരു അപമാനമാണ്. അവർ കല്ലും ഇട്ടിട്ട് പോകുമ്പോൾ യേശുവിന്റെ മുമ്പിൽ ഒന്നാമത്തെ പാപി, രണ്ടാമത്തെ പാപി, മൂന്നാമത്തെ പാപി എന്നുള്ള നിരകളിലേക്ക് അവർ കയറി വരികയാണ്. പക്ഷേ കർത്താവ് അവരെല്ലാം പോയതിനു ശേഷമാണ് തല നിവർത്തിയത്, അവളോട് സംസാരിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, തന്റെ ശത്രുക്കളെ പോലും, തന്നെ കുടുക്കുവാൻ വന്നവരെ പോലും ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ദൈവത്തെയും ദൈവവചനത്തെയും പ്രസംഗിക്കുന്നവരും, ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ കുടുക്കുവാൻ വന്നവരെ പോലും കളിയാക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും ഒന്നാമത് പഠിക്കുക, നീ വിശ്വസിച്ചവനും നീ സേവിക്കുന്നവനും നീ ആരാധിക്കുന്നവനും ആരാണെന്ന്. എനിക്ക് എന്റെ കർത്താവിനെ, അവന്റെ ശുശ്രൂഷകളെ വളരെ ഇഷ്ടമാണ്. എന്റെ എല്ലാത്തിനേക്കാൾ അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എനിക്ക് ഈ ഭൂമിയിൽ മാതൃകയാക്കുവാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ മറ്റാരെയും കാണുന്നില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ ആരെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് അനുഗമിക്കുവാനും എനിക്ക് ആരാധിക്കുവാനും എനിക്ക് ഉയർത്തുവാനും എനിക്ക് പ്രശംസിക്കുവാനും പ്രകീർത്തിക്കുവാനും ഉള്ളത് ഒരേ ഒരു നാമം മാത്രമാണ്. അത് ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവനെ പോലെയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തന്റെ പുത്രന്റെ സാദൃശ്യത്തോട്, സ്വരൂപത്തോട് നാം അനുരൂപരാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പാടാൻ എളുപ്പമുണ്ട്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും പ്രശോഭിച്ചിടുവാൻ. പാടാൻ എളുപ്പമുണ്ട് ഈ വരികളൊക്കെയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു കർത്താവ് ഏറ്റവും ഒടുവിൽ സുഖപ്പെടുത്തിയത്, സൗഖ്യമാക്കിയത് ആരെയാണെന്നറിയാമോ? ഈ ഭൂമിയിൽ അന്ധന് കാഴ്ച കൊടുത്ത യേശു, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച യേശു കർത്താവ്, പല സന്ദർഭങ്ങളിലും അപ്പമീനുകളെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് വിളമ്പിയ യേശു കർത്താവ്, കടലിന്റെ മുകളിലൂടെ നടന്ന യേശു കർത്താവ്, മരിച്ചുപോയ യായിറോസിന്റെ പൈതലിനെ ഉയർപ്പിച്ച, മരണപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച കല്ലറയിൽ നിന്ന് 4-ാം നാൾ ഉയർപ്പിച്ച ബഥാനിയയിലെ ലാസറിനെ ഉയർപ്പിച്ച, അങ്ങനെ അനവധിയായ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത യേശുക്രിസ്തു തന്റെ കാൽവറി മരണത്തിനും തന്റെ പുനരുത്ഥാനത്തിനും മുൻപ് ചെയ്ത അത്ഭുതം ഏതാണെന്നറിയുമോ? ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപ്, താൻ ക്രൂശിതനാകുന്നതിന് മുൻപ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായിരുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതം, മാനുഷികമായി ഒരു ഹീലിംഗ് ഏതാണെന്നറിയുമോ? തന്നെ പിടിക്കുവാൻ വന്ന, തന്നെ പിടിച്ചു കെട്ടുവാൻ വന്ന, തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ വന്ന ഒരു പട്ടാളക്കാരന്റെ, ഒരു റോമ പടയാളിയുടെ കാത്, ചെവി പത്രോസ് വെട്ടി താഴെയിട്ടു. പത്രോസ് ചെവിക്ക് വെട്ടിയതല്ല, കഴുത്തിന് വെട്ടിയതാണ്. തെറ്റി ഒഴിഞ്ഞ് ചെവിയിൽ കൊണ്ട് ചെവി മുറിഞ്ഞ് താഴെ വീണു. തന്റെ ശിഷ്യന്റെ മുഖത്ത് നോക്കി, നിന്റെ വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ അവസാനിക്കുമെന്നുള്ള ആഹ്വാനം അവന് കൊടുത്തിട്ട്, ഈ ലോകത്തിലെ ഒരു സർജന്മാർക്കും അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഏത് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും, ഏത് സർജന്മാർ തുന്നിക്കെട്ടിയാലും ഒരു പാടെങ്കിലും അവിടെ കാണും. ഒരു പാടോ അടയാളവും ഇല്ലാതെ മുറിഞ്ഞ് താഴെ വീണ് പോയ തന്റെ ശത്രുവിനെ, തന്നെ പിടിക്കുവാൻ വന്ന പടയാളിയുടെ, പട്ടാളക്കാരന്റെ ചെവിയെടുത്ത് അവിടെ വെച്ചു കൊടുത്ത്
അവനെ സുഖപ്പെടുത്തി. അതായിരുന്നു യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ തന്റെ ഭൂമിയിലുള്ള ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു ഹീലിംഗ്, ഒരു സൗഖ്യം എന്ന് പറയുന്നത്. ഈ കർത്താവിനെ തന്നെയാണോ നിങ്ങളൊക്കെ ആരാധിക്കുന്നത്? ഈ കർത്താവിനെ തന്നെയാണോ ചിലരൊക്കെ വിശ്വസിക്കുന്നത്? ഈ കർത്താവിനെ തന്നെയാണോ ചിലരൊക്കെ പ്രസംഗിക്കുന്നത്? ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിച്ച കർത്താവ്, വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് പാപവിമോചനം കൊടുത്ത യേശു കർത്താവ്, 5 കല്യാണം കഴിഞ്ഞ 5 വിവാഹവും തകർന്ന് തരിപ്പണമായി 5 പുരുഷന്മാരോടുകൂടെ ജീവിച്ച ഒരു സഹോദരിയോട് യേശു സംസാരിക്കുവാൻ തയ്യാറായി. ഈ കർത്താവിനെ തന്നെയാണോ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്? താടിയും മുടിയും നരച്ച നിക്കോദിമോസിന് അവന്റെ അടുക്കൽ വരാമായിരുന്നു. പാപിനിയായ സ്ത്രീക്ക് അവന്റെ അടുക്കൽ വരാമായിരുന്നു. ചുങ്കക്കാർക്ക് അവന്റെ അടുക്കൽ വരാമായിരുന്നു. സക്കായി എന്ന പേരുള്ള ധനാഢ്യനായ മനുഷ്യൻ, പണത്തിനൊട്ടും കുറവില്ലവന്, സമ്പന്നനാണ്. ആ സമ്പന്നനായ മനുഷ്യൻ, പണം ധാരാളമുള്ളവൻ, അന്നത്തെ കാലത്തെ ഗവൺമെന്റിൽ ഒരു ടാക്സ് കളക്ടറാണ് അദ്ദേഹം. ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ യേശു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല. അവന് നീളക്കുറവായിരുന്നു. കാരണം ഇവിടെ ഒത്തിരി നീളം കൂടിയവരുണ്ടല്ലോ. വിശ്വാസത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ, വിശുദ്ധിയിൽ ഞാനാണ് ഏറ്റവും വലിയവൻ, കഴിവിൽ ഞാനാണ് ഏറ്റവും വലിയവൻ, പാരമ്പര്യത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന അങ്ങനെ കുറെ നീളക്കൂടുതലുള്ളവർ കാരണം ചെറിയ ആൾക്കാർക്കൊന്നും ഇവിടെ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അവരുടെ ആവശ്യവും ആഗ്രഹവും ആർത്തിയും നിമിത്തം ഏതൊക്കെയോ മരച്ചില്ലകളിൽ കയറിയിരുന്ന് അവർ ക്രിസ്തുവിനെ കാണുകയല്ലേ. പക്ഷേ ഉയരം കൂടിയ മഹാന്മാരുടെ വീട്ടിലേക്കല്ല ക്രിസ്തു പോയത്. സ്വയവിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ അരമനകളിലേക്കല്ല ആഹാരം കഴിക്കാൻ നസ്രായൻ കടന്നുപോയത്. സഖായിയെ, നീ വേഗത്തിൽ ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ പാർക്കാൻ പോവുകയാണ്. നീ എന്നെ കാണാൻ ആഗ്രഹിച്ചല്ലേ? നീ എന്നെ കാണാൻ കൊതിച്ചല്ലേ? സക്കായുമായിട്ട് യേശു കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കുറെ കക്ഷികൾ. അവര് പറഞ്ഞു, ഇവനിതാ ഒരു പാപിയോട് സംസാരിക്കുന്നു. ഒരു കൂട്ടം ആൾക്കാർ പാപികൾ, ഞങ്ങൾ മാത്രം വിശുദ്ധന്മാർ. ഇതൊരു പരീക്ഷത്വമല്ലേ? ഇതിനെയല്ലേ യേശുക്രിസ്തു പൊളിച്ചത്? കർത്താവ് പൊളിച്ചു കളഞ്ഞതിനെയല്ലേ ഇവിടെ ആരൊക്കെയോ പണിയാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് നിന്ന് പാടുകയാ, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, താങ്കൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് ഭാഷക്കാരനോ ഏത് പണമുള്ളവനോ പണമില്ലാത്തവനോ തകർന്നവനോ ആരുമാകട്ടെ, താങ്കളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഉയരമുള്ള പലരും കൂടെ നടക്കുന്നെങ്കിലും കാണാനുള്ള കൊതിയോടെ മരച്ചില്ലയിൽ പൊത്തിപ്പിടിച്ചിരുന്നു കൊണ്ട് കർത്താവിനെ ദർശിക്കുന്ന ചില സഖായിമാരോട് ഇന്ന് രാത്രിയിൽ യേശു പറയുന്നു, ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം പാർക്കാൻ പോകുകയാണ്. അനുതാപത്തിന്റെ നിറകണ്ണുകളോടെ സക്കായി കർത്താവിന്റെ മുഖത്ത് നോക്കി തിരിച്ചു പറഞ്ഞു, നാഥാ, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഇരട്ടിയായി തിരികെ കൊടുക്കാൻ പോവുകയാണ്. ഇത്രയും പുരുഷാരം കേൾക്കെ സക്കായി പാപിയാണെന്ന് പറഞ്ഞപ്പോൾ
അവൻ പാപിയോട് വർത്താനം പറയുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ കേൾക്ക പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വംശ വർഗ വർണ്ണ വ്യത്യാസമില്ല. ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നത് മനുഷ്യ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പാടുവാനിടയായി, എനിക്കായി ചിന്തി നിൻ രക്തം ഇല്ലീതല്ലാതൊരു ന്യായം, ഇപ്പോഴും നിൻ വിളി കേട്ടു ഞാൻ, ദേവാട്ടിൻകുട്ടി വരുന്നേ നിൻ സന്നദ്ധിയിൽ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ബഹുമാനിക്കുന്നതിൽ മുന്നിൽ വരാമോ? വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആരെയും അപമാനിക്കാത്ത, പരിഹസിക്കാത്ത ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കാമോ? ബൈബിൾ പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും. 1 പത്രോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി പത്രോസ് പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ വായിച്ച റോമർ 12-ന്റെ 9-10 വാക്യങ്ങളല്ലേ വായിച്ചത്? അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചോ? 11-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 12-ന്റെ 11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിക്കുവിൻ, സേവിക്കുവിൻ. താങ്ക് യു ജീസസ്. 1 പത്രോസിന്റെ ലേഖനം 2-ന്റെ 17-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, എല്ലാവരെയും ബഹുമാനിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായി ഒരു ബെനിഫിറ്റ് കിട്ടുന്നവരെ മാത്രം നിങ്ങൾ ബഹുമാനിക്കരുത്. അങ്ങനെയാണ് മനുഷ്യർ. ഇന്ന് ഒരാളെ സ്നേഹിക്കുന്നത് പോലും തിരിച്ചെന്ത് കിട്ടും എന്നുള്ള ചിന്തയിലാണ്. മറ്റൊരാളെ ബഹുമാനിക്കുന്നത് പോലും അയാളെ ബഹുമാനിച്ച് കൂടെ നിന്നാൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന ചിന്തയില്ല. അപ്പോൾ ബഹുമാനവും സ്നേഹവും പോലും വെറുമൊരു അഭിനയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്, പാസ്റ്ററെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, പള്ളിയിൽ അച്ഛനെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, അധികാരത്തിൽ ഇരിക്കുന്നവരെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. മിക്കവാറും ഇന്ന് ഈ ലൈവ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ എനിക്കെന്നാ. ഞാൻ പറയുന്ന കാര്യം വേദപുസ്തകത്തിലെ കാര്യമാണെന്നുള്ള ഉറപ്പ് എനിക്കുള്ളിടത്തോളം എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഇത് നീതിയായി പ്രസംഗിക്കാം. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. സഹോദരങ്ങളെ, ഓണർ ഓൾ men. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. മാനം കൊടുത്താൽ നിങ്ങൾക്ക് മാനം ലഭിക്കും, സ്നേഹം കൊടുത്താൽ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ,
ആ ഒരു വിധേയത്വം ഉണ്ടല്ലോ, ആ ഒരു വിധേയത്വം, ആ ഒരു സബ്മിഷൻ, ആ ഒരു സബ്മിസീവ് മൈൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. എല്ലാവരെയും ബഹുമാനിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവർക്ക് സഹോദരവർഗങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം ഉണ്ടാവും. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൽ നിന്ന് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കൂ എന്ന് പറഞ്ഞ ഒരു നന്മയുണ്ടാകും. രാജ്യം വെച്ചിരിക്കുന്ന അധികാരത്തെ ഓണർ ചെയ്യുന്നവർക്ക്, രാജാവിനെ ബഹുമാനിക്കുന്നവർക്ക് രാജ്യത്തിന് അവരൊരു അനുഗ്രഹമായിരിക്കും. ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമങ്ങളെ അനുസരിക്കാതെ അത് പാലിക്കാൻ നടക്കുന്നവർ, അവർ ദേശത്തെ നശിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, എല്ലാവരെയും ബഹുമാനിപ്പീൻ. തീരുമാനമെടുക്കണം. എന്റെ വാക്കുകൊണ്ടോ, എന്റെ നോട്ടം കൊണ്ടോ, എന്റെ പ്രവൃത്തികൾ കൊണ്ടോ, എന്റെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ടോ ഒരു വ്യക്തിയെയും ഞാൻ അപമാനിക്കില്ല. എന്റെ ശത്രുവിനെ പോലും ഞാൻ അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്കുമുണ്ട് ഭാര്യ, അവർക്കുമുണ്ട് മക്കൾ, അവർക്കുമുണ്ട് സഹോദരങ്ങൾ, അവർക്കുമുണ്ട് കുടുംബം, അവർക്കുമുണ്ട് ഒരു കമ്മ്യൂണിറ്റി. താങ്ക് യു ലോർഡ് ജീസസ്. പ്രധാനമായും ആരെയൊക്കെ ബഹുമാനിക്കണം? ഒന്ന് രണ്ട് വാക്കുകൾ മാനിക്കുക എന്നുള്ള ഭാഗത്ത് നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മക്കളെ, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ആർക്കാണിത് വേണ്ടാത്തത്? ദീർഘായുസ് നിങ്ങൾക്ക് വേണ്ടേ? നന്മ നിങ്ങൾക്ക് വേണ്ടേ? നന്മയുണ്ടാകാൻ, ദീർഘായുസ് ഉണ്ടാകാൻ ഉപവാസ പ്രാർത്ഥനയിൽ പോയിരുന്ന് തമ്പേറടിക്കണം എന്നാണോ എഴുതിയിരിക്കുന്നത്? നന്മയുണ്ടാകാൻ, ദീർഘായുസ് ഉണ്ടാകാൻ ഇപ്പൊ കൈയടിക്കുന്ന ഓളിയത്തിൽ അടിച്ചാൽ പോരാ, കുറച്ചും കൂടെ ശബ്ദത്തിൽ അടിക്കണമെന്നാണോ എഴുതിയിരിക്കുന്നത്? നന്മയുണ്ടാകാൻ, ദീർഘായുസ് ഉണ്ടാകാൻ മാനുഷികമായ ഏതെങ്കിലും കർമ്മ ആചാരങ്ങൾ ചെയ്യണം എന്നാണോ എഴുതിയിരിക്കുന്നത്? ഒന്നുമില്ല. നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കുമ്പോൾ, അപ്പനെയും അമ്മയും സ്നേഹിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞിരിക്കുന്നതായ ഒരു അനുഗ്രഹമുണ്ട്. അത് ദീർഘായുസാണ്, അത് നന്മയാണ്. ഇത് ദൈവം തന്ന വാഗ്ദത്തമാണ്. രാത്രി ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ജനിപ്പിച്ച അപ്പനെയും ജന്മം നൽകിയ അമ്മയെയും ബഹുമാനിക്കാതെ പാട്ടുകൾ പാടിയത് കൊണ്ട് എന്താണ് പ്രയോജനം? കൈ ആഞ്ഞടിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? കുറെ കൂടെ സമയം അന്യഭാഷ ഉച്ചത്തിൽ പറഞ്ഞത് കൊണ്ട് എന്താണ് പ്രയോജനം? സഹോദരങ്ങളെ, എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നിങ്ങളുടെ അനുഗ്രഹത്തിനായി, നിങ്ങളുടെ നന്മയ്ക്കായി ദൈവവചനം തുറന്നു വെച്ച് ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. അപ്പന്റെയും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കൊരു അനുഗ്രഹമാ സഹോദരങ്ങളെ. ഒരു വലിയ പാസ്റ്റർ, നമ്മളൊക്കെ അങ്ങനെ പറയുന്നവരാ, അങ്ങനെ ആരും ഇല്ല, നമുക്കറിയാം. വലിയവനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ പറയുന്ന വെച്ചൊരു വലിയ പാസ്റ്റർ, ആ മനുഷ്യൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാളും ഒരു സായിപ്പ് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഇംഗ്ലീഷുകാരൻ ശുശ്രൂഷകൻ വന്ന് നിങ്ങളുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ് നിന്റെ അപ്പന്റെയും അമ്മയുടെയും നിറകണ്ണുകളോടുകൂടെയുള്ള ആശീർവാദം. നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ
നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. താങ്ക് യു ജീസസ്. എന്താണ് അനുഗ്രഹത്തിന്റെ രഹസ്യം? സീക്രട്ട് ഓഫ് ബ്ലെസ്സിംഗ് ആ കേട്ടോണ്ടിരിക്കുന്നേ. നമ്മൾ വിചാരിച്ചു പകരട്ടെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് വരുന്നൊരു സാധനമല്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിലും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, ഇന്നേ വാലല്ല തലയാക്കും. ആരെയാ? നിന്റെ ദൈവമായ യഹോവയുടെ വചനം, അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ ദൈവം നമുക്ക് മേൽ വെച്ചിരിക്കുന്നതായ ഓരോ അധികാരങ്ങളുണ്ട്, അധികാരികളുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ അത് ദൈവത്താൽ നിയമിതമായിരിക്കുന്നു, അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൻ എത്ര മദ്യപാനിയാണെങ്കിലും അപ്പനെ നിനക്ക് മാറിയെടുക്കാൻ പറ്റില്ല. അമ്മ എത്ര കഴിവുകെട്ടവളാണെങ്കിലും അമ്മച്ചിയെ, അമ്മയെ നിനക്ക് മാറിയെടുക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ മാറിയെടുക്കാൻ പറ്റാത്ത ചിലതുണ്ട്. മാതാപിതാക്കളെ മാറിയെടുക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയെ സ്നേഹിക്കാതെയും ജന്മം നൽകിയ അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ വേറെ ആരെയെങ്കിലും ഒക്കെ പോയി അമ്മച്ചി, അമ്മേ, മമ്മി, ഡാഡി എന്നൊക്കെ വിളിക്കും അവരുടെ സ്നേഹം കിട്ടാൻ. നീ ഓർക്കണം, വേറെ ഏത് വ്യക്തികളെ മമ്മി, അമ്മേ, ഡാഡി എന്നൊക്കെ വിളിച്ചാലും ദൈവം നിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരമ്മേ ഉള്ളൂ, ഒരപ്പനേ ഉള്ളൂ, രണ്ടെണ്ണം ഇല്ല. അവരാണ് നിന്റെ അമ്മ, അവരാണ് നിന്റെ അപ്പൻ, അതാണ് നിന്റെ പിതാവ്. ആ വ്യക്തികൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ചെയ്യുക. ആ വ്യക്തികൾക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ചെയ്യുക. നന്മയുണ്ടാകാൻ, ദീർഘായുസ്സുണ്ടാകാൻ. സ്തോത്രം. നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ആയുസോട്ടിരുന്നല്ലേ പറ്റൂ. ആ ആയുസ് ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് മീതെ ഉള്ളവരെ ആരെയും അപമാനിക്കരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗുരുത്വമുണ്ടാകണം, ഗുരുത്വം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനായാലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകളേറെ. ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനായാലും കരുതിക്കൂട്ടി അവൻ വരുത്തും വിനകളേറെ. ഗുരുത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഗുരുത്വം ഉണ്ടാകണം. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയപ്പെടുവീൻ. ചില വീട്ടിൽ ഭർത്താവ് ഭാര്യയാണ്, ഭർത്താവിന് അവിടെ പ്രത്യേകിച്ച് യാതൊരു റോളുകളുമില്ല. ഒരാൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചറിയണം, സ്ത്രീ സ്ത്രീയാണ്, പുരുഷൻ പുരുഷനാണ്. പുരുഷൻ തലയാണ്, സ്ത്രീ തലയല്ല. പുരുഷനോട് ചേർന്നിരിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. തക്ക തുണയായിരിക്കുവാൻ, സഹായമായിരിക്കുവാൻ, നന്മയായിരിക്കുവാൻ.
തലയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തലയ്ക്കാണ് സബ്മിസീവായിരിക്കേണ്ടത്. ഭർത്താവിനെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയാണോ നിങ്ങൾ? എങ്ങനെ ബഹുമാനിക്കും? എങ്ങനെ സ്നേഹിക്കും? ഇങ്ങനെയൊക്കെയല്ലേ? എങ്ങനെയാകട്ടെ, തിരിച്ചറിയുക, മരണത്താലല്ലാതെ വേർപിരിയാത്തൊരു ബന്ധമാണത്. അപ്പനെയും അമ്മയും വിട്ടു പറ്റിച്ചേരുന്ന ഒരു ബന്ധമാണത്. ആ ബന്ധത്തിന്റെ ആഴം അതിശക്തമാണ്. അത് ദൈവം ഭയങ്കരമായ വില കൽപ്പിക്കുന്ന ഒരു ബന്ധമാണ്. അതിനെ വില കുറച്ച് കാണരുത്. ചില സഹോദരിമാരുണ്ട്, അവരുടെ ഭർത്താവിന് അവരൊരു വിലയും കൊടുക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താവിനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കും. ഞാൻ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ഒരു പദം ഞാൻ വായിച്ചിട്ടുണ്ട്. ഭാര്യമാരോട് പറയുകയാണ്, നിന്റെ ഭർത്താവിനെ കേവലം ഒരു ഭിക്ഷക്കാരനെ പോലെ നീ കണ്ടും പറഞ്ഞും നീ ഒരു ഭിക്ഷക്കാരിയായി ജീവിക്കാതെ നിന്റെ ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ കൊണ്ടു നടന്ന് നീ ഒരു രാജ്ഞിയായി ജീവിക്കുക. നിന്റെ ഭർത്താവിനെ ഒരു ഭിക്ഷക്കാരനായി കണ്ട് ഒരു ഭിക്ഷക്കാരിയായി നീ ജീവിക്കാതെ നിന്റെ ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ കൊണ്ടു നടന്ന് സ്നേഹിച്ച് ബഹുമാനിച്ച് നീ ഒരു രാജ്ഞിയായി ജീവിക്കുക. അതല്ലേ മാന്യതയുള്ള ജീവിതം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ സമയങ്ങൾ അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. തിരുവെഴുത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാൻ എൻ്റെ മുൻപിലുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ അനുഗ്രഹങ്ങളുടെയും പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. സഭയിൽ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആത്മീക ശുശ്രൂഷകളിൽ ചിലർ പ്രയോജനപ്പെടുന്നതിന് പിറകിൽ അവരുടെ ജീവിതത്തിൽ ഒരു ജീവിത രഹസ്യമുണ്ട്. കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല ക്രിസ്തീയ ജീവിതം. മതിൽക്കെട്ടുകളില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന എന്തുമാകാമെന്നുള്ള നിലവാരത്തിൽ പോകുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഒരു വ്യവസ്ഥയിലും ഒരു ക്രമത്തിലും പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ വ്യവസ്ഥകൾ, ഈ ക്രമം തെറ്റുമ്പോഴാണ് അത് അതിക്രമങ്ങളാകുന്നത്. ആ ക്രമത്തിൽ നിൽക്കുക. ഒരു ട്രെയിൻ ഓടുന്നത് ട്രാക്കിലൂടെയാണ്. ആ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നിടത്തോളം ആ ട്രെയിനിനെ നയിക്കുന്ന ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ആ ട്രെയിൻ ഓടിക്കുന്ന മനുഷ്യൻ വളരെ ഫ്രീ ആണ്. അദ്ദേഹത്തിന് ടെൻഷനുകളൊന്നുമില്ല. സിഗ്നലുകൾ മാത്രം നോക്കി നിർത്തേണ്ട സ്റ്റേഷനുകളിൽ മാത്രം നിർത്തിയാൽ മതി. 4 വീലുള്ള കാർ ഓടിക്കുന്ന, 3 വീലുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്ട്രെയിനും സ്ട്രെസ്സും ഇല്ല ട്രെയിൻ ഓടിക്കുവാൻ. അത് കറക്റ്റ് ട്രാക്കിലാണെങ്കിൽ സിഗ്നലുകൾ നോക്കി ശ്രദ്ധയോടെ പോയാൽ മാത്രം മതി. ട്രെയിൻ ഓടിക്കുമ്പോൾ വേണമെങ്കിൽ അത് കൃത്യമായ ട്രാക്കിലൂടെ പോകുന്ന സമയത്ത് അവർക്ക് വേണേൽ ഫോണൊക്കെ ഒന്ന് എടുത്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ കാർ ഓടിക്കുന്നവൻ ഫോൺ എടുത്ത് നോക്കിയാൽ വിവരം അറിയും. എന്താണ് അതിന്റെ കാരണം? ട്രെയിൻ കറക്റ്റ് ട്രാക്കിലാണ്. ഒരു കതക്, ഒരു ജനല് നിൽക്കുന്നത് 3 വിജാവരികളിലാണ്, അല്ലെ 4 വിജാവരികളിലാണ്, ആ കൊളുത്തുകളിലാണ്. അത് കൃത്യമായ ക്രമത്തിൽ അളവിൽ നിൽക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് അടയും, അത് സ്മൂത്തായിട്ട് തുറക്കും. എന്നാൽ ആ ക്രമം തെറ്റിയാൽ കതകടയ്ക്കുന്നതും കതക് തുറക്കുന്നതും നാട്ടുകാർക്ക് കേൾക്കാൻ പറ്റും. ഒത്ര ഒച്ചയായിരിക്കും. കാരണം എന്താ? അതിന്റെ ക്രമം തെറ്റി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സകലതും ശാന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ദൈവം വെച്ചിരിക്കുന്ന ദൈവിക ക്രമങ്ങളെ ഒരിക്കലും ജീവിതത്തിൽ തെറ്റിക്കരുത്. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നതായ ഈ പ്രതിസന്ധികൾക്കൊക്കെയും കാരണം, ദേശം ദുഃഖിക്കുന്നതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വായിപ്പിച്ച് കേൾപ്പിച്ചതാണ്. എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു? ദേശത്തിൽ സത്യമില്ല, ദേശത്തിൽ നീതിയില്ല, അനീതികൾ കൊണ്ട് ദേശം നിറഞ്ഞിരിക്കുന്നു. ആത്മീയ ലോകം പോലും കപടധാരികളെ കൊണ്ടും കച്ചവടമായി തീർന്നിരിക്കുന്നു. സ്നേഹം നിർവ്യാജ്യമായി കൊണ്ടിരിക്കുന്നു.
ബഹുമാനിക്കുന്നവരില്ലേ ഇല്ല. അങ്ങനൊരു കാലഘട്ടം വന്നിരിക്കുന്നു. ദൈവത്തിന് പൊറുതിമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന് സഹിക്കാൻ മേല. ഒരിക്കൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു പോയത് കൊണ്ട് സങ്കടപ്പെട്ടതുപോലെ വളരെ പ്രതീക്ഷയോടെ ദൈവം നോക്കി നിന്ന പലതും ട്രാക്ക് തെറ്റി ഓടുകയാണ്, പ്രതീക്ഷകൾക്ക് വിരോധമായി പോകുകയാണ്. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പറയും, അത് ഞാനല്ല, അത് നീയാണ്, അത് അവരാണ്, ഇവരാണ്. അല്ല, നിന്നോട് തന്നെയാണ് ദൈവം ഇടപെടുന്നത്. മറ്റൊരാളുടെ മുമ്പിലേക്ക് നീ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നിന്നെ ചൂണ്ടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. താങ്ക് യു ജീസസ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാമത്തെ വാക്യം. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കണം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിതാവിനെ ഒരു മകൻ ഉപദ്രവിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. സുബോധം നഷ്ടപ്പെട്ടു പോയോ മനുഷ്യർക്ക്? നരച്ചവന്റെ മുമ്പിൽ എഴുന്നേൽക്കണമെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ഇപ്പൊ പ്രായമുള്ളവരെ കണ്ട എഴുന്നേൽക്കുന്നവരുണ്ടോ? പ്രായമുള്ളവരെ കാണുമ്പം എഴുന്നേൽക്കുന്ന ഒരു സമൂഹം ഉണ്ടോ എന്ന്? പ്രായമുള്ളവർ ഫ്രണ്ടിലൂടെ നടന്നു പോയാൽ പോലും അവർ അറിയുന്നില്ലല്ലോ, അവർ ഫോണിലല്ലേ. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ഇതെല്ലാം ഈ പുസ്തകത്തിലുള്ള കാര്യമാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും, ഏത് പ്രായക്കാരെ, കുഞ്ഞുങ്ങളാകട്ടെ, അവരെയും ബാലശിക്ഷയിലും പത്യോപദേശത്തിലും നടത്തുക. അവരും അനുഗ്രഹിക്കപ്പെടണം. കുഞ്ഞുങ്ങളെ ആ നിലകളിൽ വളർത്തുക. നോഹയുടെ കാലത്ത്, ഞാൻ ഇന്നെടുത്ത ഭാഗത്തിനകത്ത് വായിക്കാൻ നേരെയില്ല ദൈവദാസനെ, നോഹയുടെ 3 പുത്രന്മാരിൽ പ്രധാനമായും ഹാം എന്ന് പറയുന്ന പുത്രൻ ശപിക്കപ്പെടാനുള്ളതിന്റെ കാരണം അപ്പന്റെ നഗ്നത. അപ്പനെ പരിഹസിച്ചു, അപ്പനെ പുച്ഛിച്ചു. അപ്പൻ ചെയ്തത് ശരിയാണോ? അപ്പൻ ചെയ്തത് ശരിയല്ല. നോഹ നല്ല വിളവെടുപ്പുണ്ടായി, നല്ല മുന്തിരിയും വിളവെടുപ്പും ഉണ്ടായപ്പം മദ്യപിച്ചു, വീഞ്ഞു കുടിച്ചു. ആ ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാമോ? 39-ന്റെ 20 മുതൽ 27 വരെയുള്ള ആ ചരിത്ര ഭാഗം മാത്രം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വായിക്കാം. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ഷേമും യാഫേത്തും ഒരു വസ്ത്രമെടുത്തു, ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. എന്തുകൊണ്ട് ഹാം ശാപഗ്രസ്തനായി തീർന്നു? നമുക്ക് വേണേ ചോദിക്കാം, ഹാമിന് ചോദിക്കാം, അപ്പാ അപ്പൻ ചെയ്താണോ തെറ്റ്, ഞാൻ ചെയ്താണോ? അപ്പൻ വീഞ്ഞു കുടിച്ചു, വിവസ്ത്രനായി കിടന്നു. അതെന്റെ സഹോദരങ്ങളോടെല്ലാം വന്ന് പറഞ്ഞു, അപ്പൻ താണ്ട ഇവിടെ വസ്ത്രമില്ലാതെ കിടക്കുന്നു, വന്ന് കാണുന്നടാന്ന് എന്റെ സഹോദരന്മാരോടൊക്കെ ഞാൻ പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞാണോ തെറ്റ്, അത് അപ്പൻ ചെയ്താണോ തെറ്റ്? ഇങ്ങനെ ചോദിക്കുന്നവരല്ലേ ഇന്ന് ലോകത്തിൽ. പക്ഷേ നീ പറഞ്ഞതും അപ്പൻ ചെയ്തതും ശരിയും തെറ്റുമൊക്കെ വിധിക്കാൻ മേളിൽ ഒരാളുണ്ട്.
നിങ്ങൾ വിധികർത്താക്കന്മാരായി തീരരുത്. യേശു പറഞ്ഞു വിധിക്കരുത്, മറ്റുള്ളവരെ വിധിക്കുന്നവരായി തീരരുത്. മനുഷ്യൻ ചെയ്ത ഏത് തെറ്റും ശരിയും ഒരു ദിവസം ന്യായവിസ്താരത്തിങ്കൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ഹാമേ, അപ്പന്റെ നഗ്നത പ്രസിദ്ധപ്പെടുത്തിയ, പരസ്യമാക്കിയ താങ്കളുടെ ജീവിതം ഒരു പരാജയമായി. എന്നാൽ അപ്പന്റെ നഗ്നത കാണുവാൻ മനസ്സില്ലാതെ വിമുഖതയോടെ ഒരു വസ്ത്രം കൊണ്ടുവന്ന് അപ്പന്റെ മേൽ പുതപ്പിച്ച് അപ്പന്റെ നഗ്നത വെളിപ്പെടുത്താതെ അതിലേക്ക് നോക്കാതെ മടങ്ങിപ്പോയ ബാക്കിയുള്ള സഹോദരങ്ങൾ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി. സഹോദരങ്ങളെ, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം വേണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? ദൈവോൻഭാഗം മാനിക്കപ്പെടണ്ടേ? ജീവിതത്തിലൊരു നന്മയുണ്ടാകണ്ടേ? എവിടെങ്കിലുമൊക്കെ രൂപാന്തരപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടണ്ടേ? ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവേ, എന്റെ അധരദ്വാരത്തിന് അവിടുന്ന് ഒരു കാവൽ ഏർപ്പെടുത്തണം. ദുഷ്ടൻ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ നാവുകളെ സൂക്ഷിക്കുവാൻ എനിക്ക് കൃപ തരണം. ആത്മസമീപനമില്ലാത്ത മനുഷ്യൻ പട്ടണത്തിന്റെ പൊളിഞ്ഞ മതിൽ പോലെയാണ്. യേശു പറഞ്ഞു, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവന്റെ അകത്തേക്ക് പോകുന്നതൊന്നും അല്ല, അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ഭാഗങ്ങളെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാക്സിമം സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം. നിങ്ങൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും പ്രാപിച്ചെടുത്തത് സംസാരിച്ചും പ്രവർത്തിച്ചും നഷ്ടപ്പെടുത്തരുത്. ഒരിക്കലും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഒരു തടസ്സമാകരുത്. പ്രസിദ്ധ സുവിശേഷകനായ അനുഗ്രഹീതനായ ഒരു പാസ്റ്ററായ ഞാൻ കേട്ടതിൽ, എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ അമേരിക്കയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ടി.ഡി. ജെയ്ക്സ്. ഒത്തിരി കുറവുകളും ഒക്കെ അദ്ദേഹത്തെ കാണാം, എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ കുറവ് നിറവും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, അനോയിന്റിംഗ് എന്നൊരു പുസ്തകത്തിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ശത്രുക്കളില്ല. കാരണം നിന്റെ അഭിഷേകത്തെ ജയിക്കാൻ പറ്റുന്ന ഒരു ശക്തിയും ഈ ലോകത്തിലില്ല. കാരണം നിന്റെ അഭിഷേകത്തെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവമാണ്. ദൈവത്തെക്കാൾ വലുത് ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഇല്ല, ഇല്ല എന്ന് തന്നെയാണ് മറുപടി. അങ്ങനെയാണെങ്കിൽ നിന്റെ അഭിഷേകത്തെ ജയിക്കുവാൻ കഴിവുള്ള ഒന്നും, ഒരു ഗോലിയാത്തുമാരും ഈ ലോകത്തിലില്ല. പക്ഷെ നിന്റെ അഭിഷേകത്തിനും നിന്റെ മേലുള്ള ദൈവിക അനുഗ്രഹത്തിനും തടസ്സക്കാരനായി, നഷ്ടപ്പെടുത്തുന്നതിന് കാരണക്കാരനായി മാറുന്നത് പലപ്പോഴും താങ്കളാണ്. നിങ്ങളുടെ അഭിഷേകത്തെ ലിമിറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതും നിങ്ങളെന്ന വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. ഞാൻ എത്ര അഭിഷേകമുള്ള മനുഷ്യനാണെങ്കിലും, ഞാൻ എത്ര ശക്തമായി പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിലും, എൻ്റെ പ്രവൃത്തികളും എൻ്റെ നാവും അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന കാര്യങ്ങളും ദൈവഹിതമില്ലാത്തതായി തീർന്നു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ ദൈവം ക്ഷമിക്കാം, ദൈവം കരുണ കാണിക്കാം, എങ്കിലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹാമിനെ പോലെയാകാതെ അനുഗ്രഹപാത്രത്തിന് കാരണക്കാരായി തീരൂ. ഞാൻ 2-3 കുറെ റെഫറൻസുകൾ നിങ്ങൾക്ക്, ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തി, പക്ഷെ എല്ലാം പറയാൻ നേരമില്ല. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 23, 24, 25 വേദഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 2:3. കൊരിന്ത്യർ എടുത്തോ? എടുത്തെങ്കിൽ അതൊന്ന് വായിച്ചു. എടുത്തത് വായിച്ചു. കണ്ണിന് കൈയോട് നിന്നെയും കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെയും കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു.
ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. കണ്ണ് ചെവിയോട് പറഞ്ഞുകൂടാ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന്. കൈ കാലിനോട് പറഞ്ഞുകൂടാ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഈ ബോഡി ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. എല്ലാരും വേണം. ഹല്ലേലൂയ. ആരെയും വില കുറച്ച് കാണരുത്. ഒരു കേടായ ക്ലോക്ക് പോലും, പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു ക്ലോക്ക് പോലും ഒരു ദിവസം 2 തവണ കൃത്യമായിട്ട് അത് സമയം കാണിക്കുന്നുണ്ട്. ഓടാത്ത ഒരു ക്ലോക്ക് പോലും, പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു ക്ലോക്ക് പോലും ഒരു ദിവസം 2 തവണ കൃത്യമായി അത് സമയം കാണിക്കുന്നുണ്ട്. കണ്ണ് ചെവിയോട് പറഞ്ഞുകൂടാ, കാല് കൈയോട് പറഞ്ഞുകൂടാ, ഞാൻ വലിയവൻ നീ ചെറിയവൻ പറഞ്ഞുകൂടാ. ദൈവം ഓരോ അവയവങ്ങളെയും ഓരോ കാര്യങ്ങൾക്കായി പൊസിഷൻ ചെയ്തിരിക്കുന്നു. ഒരവയവത്തെ തോപ്പിച്ചുകൊണ്ട് മറ്റൊരു അവയവം വിജയിക്കാൻ ശ്രമിക്കരുത്. ഒരവയവത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു അവയവം ആളുകളിക്കാൻ ശ്രമിക്കരുത്. എല്ലാ അവയവങ്ങൾക്കും ദൈവം അതതിന്റെ പ്രാധാന്യത കൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. ഫിലിപ്പിയർ 2:3 വാക്യം വായിക്കാമോ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, ശാഠ്യത്താലും ദുരാഭിമാനിയായും ഒന്നും ചെയ്യാതെ, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഈ ഒരൊറ്റ വാക്യം ഏറ്റെടുത്താൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. കുടുംബ കോടതികൾ അടച്ചുപൂട്ടും. ഈ ഒരൊറ്റ വാക്യം, മറ്റുള്ളവൻ താഴ്മയോടെ ഒരുത്തൻ മറ്റൊരുത്തനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിയാൽ പിന്നെ ഇവിടെ കുടുംബ കോടതി കാണില്ല, പോലീസുകാർക്ക് പണി കാണത്തില്ല. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. കുടുംബജീവിതത്തിൽ ഞാനാണോ വലുത് നീയാണോ വലുതെന്നുള്ള ചോദ്യത്തിന്റെ മുൻപിലാണ് കുടുംബജീവിതങ്ങൾ തകരുന്നത്. ചില കുടുംബങ്ങളിൽ മക്കൾക്ക് ജയിക്കണം, മാതാപിതാക്കളും വിടില്ല, ഞങ്ങൾക്കും ജയിക്കണം, പ്രശ്നമാകുന്നു. എന്നാൽ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിയാൽ, മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരുന്നാൽ, ഈ പൊതുവെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മൗനം സമ്മതം. പക്ഷേ വേദപുസ്തകം പഠിക്കുന്ന അനുസരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മൗനം സമ്മതമല്ല. മൗനമായിട്ടിരിക്കുന്നത് ആ കാര്യം ശരിയായോണ്ടല്ല, തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞോളാൻ. മൗനം സമ്മതമായോണ്ടല്ല. 30 കൊല്ലം നിന്റെ അപ്പൻ ആര്, നിന്റെ പിതാവ് ആരെന്നുള്ള ചോദ്യം പുത്രനോട് ചോദിക്കുമ്പം മിണ്ടാതിരുന്നത് അപ്പൻ ആരാന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. മിണ്ടാതിരുന്നത് ഒരു ദിവസം സ്വർഗം തുറന്ന് പരസ്യമായിട്ട് ഈ ചോദിച്ചവനോടല്ല അതിന് ഉത്തരം പറയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമുണ്ടായി. സഹോദരങ്ങളെ, ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. എണ്ണാൻ പറ്റുന്നില്ലല്ലോ, എണ്ണാൻ പറ്റുന്നില്ലല്ലോ. അതല്ലേ പ്രശ്നം. എല്ലാരും മിടുക്കന്മാരല്ലേ, എല്ലാരും മിടുക്കിമാരല്ലേ. ആർക്കും എങ്ങും തോറ്റു കൊടുക്കാനും താഴ്ന്നു കൊടുക്കാനും താല്പര്യമില്ലല്ലോ. എല്ലാവർക്കും വിജയിക്കണം, എല്ലാവർക്കും ജയിക്കണം. ഞാൻ പിടിച്ച ഭാഗം എനിക്ക് ജയിക്കണം. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചില സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്തു കൊടുത്തു. നല്ലൊരു വീഡിയോ. ഒരാളെ സഹായിക്കുന്നൊരു വീഡിയോ ആണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരച്ചായൻ അത് കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു തത്വം, ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു തത്വം, എൻ്റെ ദൈവദാസൻ എന്നെ പഠിപ്പിച്ചൊരു തത്വം, അല്ലെങ്കിൽ ഞാൻ പ്രസംഗത്തിൽ കേട്ട് ഏറ്റെടുത്തൊരു തത്വം ഞാൻ ആ അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അതെന്നാന്നറിയാമോ?
ഈ ലോകത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ചതും, ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുത്തതും, ഈ ലോകത്തിൽ നമ്മൾ അവകാശമാക്കിയത് ഒന്നുമല്ല നമ്മുടെ സമ്പത്ത്. നമ്മൾ വിട്ടുകൊടുത്തതാണ്, വിട്ടുകളഞ്ഞതാണ്, കൊടുത്തതാണ് നമ്മുടെ നിക്ഷേപം. ഈ ലോകത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും തട്ടിയെടുത്തതും ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. അതാരനുഭവിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ ചിലർക്ക് കൊടുത്തില്ലേ, സ്നേഹിച്ചില്ലേ, വെട്ടിപ്പിടിക്കാതെ വിട്ടുകൊടുത്തില്ലേ? അതൊക്കെ നിക്ഷേപങ്ങളായി തീർന്നിരിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗീയ നിക്ഷേപങ്ങളായി അതൊക്കെ മാറിയിരിക്കുന്നു. വിട്ടുകൊടുത്തതും കൈ അയച്ചു കൊടുത്തതും വെട്ടിപ്പിടിക്കാത്തതും ക്ഷമയോടെ ഫൊർഗീവ് ചെയ്തതുമാണ് നമ്മുടെ നിക്ഷേപം. താങ്ക് യു ജീസസ്. ഒരുത്തൻ താഴ്മയോടെ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ തുടർന്നുള്ള ഭാഗം ഒത്തിരി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ നൽകുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങേ മാനിക്കുവാൻ, അങ്ങേ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിന് മഹത്വകരമായി നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന ദൈവത്തോട് എത്ര പേർ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കണ്ണുകളെ അടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് ഈ രാത്രി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ പ്രതിസന്ധികൾ, ഈ സാഹചര്യങ്ങളൊക്കെ കഴിയും. കർത്താവിന്റെ വരവ് വൈകുന്നു എങ്കിൽ കർത്താവിന്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പക്ഷേ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ കൊറോണയൊക്കെ പോകും. കുറെ നാൾ കഴിയുമ്പോൾ ഇതിനൊക്കെ പ്രതിവിധികൾ ഉണ്ടാകും. പക്ഷെ നീ വിശ്വാസത്തിൽ കാണണം, നീ ദൈവസന്നിധി കാണണം. ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ നിന്റെ മനസ്സിളകി എല്ലാത്തിനും പോയി തലയിട്ട് ജീവിതം നശിപ്പിച്ചു കളയരുത്. ഒരു ലൈഫേ ഈ ഭൂമിയിലുള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് കർത്താവിനെ മാനിച്ചും ദൈവത്തെ സ്നേഹിച്ചും തന്റെ വചനമനുസരിച്ചും അവനുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നും അവന്റെ സാക്ഷിയായി ജീവിക്കാനുള്ളതാണ്.